Hello, sir. തുടങ്ങാലോ. Good morning, all. Welcome to the new session of elective subject Optical Fiber Communication. നമ്മളെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇന്ന് നമ്മളെ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. The resource person with us today is ശ്രീമതി ഷീജ രാജൻ, HOD in Electronics, Government Polytechnic College, Erigone. Teacher, more than 23 years teaching experience under, and today she will be conducting a session on the topic optical processes in semiconductors, and I think she is the most able person to handle this topic. Welcome, Shija Miss, to the session. Good morning. Thank you, Sharmila and the whole team of SITTTR. എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പം ഇന്നത്തെ സെഷൻ ഞാൻ സെക്കൻഡ് മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് മോഡ്യൂളിൽ ഫസ്റ്റ് മോഡ്യൂളിൽ ജനറൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് മോഡ്യൂളിൽ ഇത് നിങ്ങളുടെ സിലബസ് ആണ്. ഇത് മെയിൻ ആയിട്ടുള്ളത് വേരിയസ് ഒപ്റ്റിക്കൽ സോഴ്സസ് ആൻഡ് ഡിറ്റക്ടേഴ്സ് ആണ്. ഒപ്റ്റിക്കൽ സോഴ്സസ് ആൻഡ് ഡിറ്റക്ടേഴ്സ്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിച്ചു. എന്താ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ? ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ഉണ്ട്, ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട്, പിന്നെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, മൾട്ടിമോഡ്, സിംഗിൾ മോഡ് ഫൈബേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഒപ്റ്റിക്കൽ സോഴ്സസ് ആൻഡ് ഡിറ്റക്ടേഴ്സ് ആണ്. അതിൽ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഒപ്റ്റിക്കൽ പ്രോസസ് ഇൻ സെമികണ്ടക്ടേഴ്സ്, എനർജി ബാൻഡ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, സ്ട്രക്ചർ ഓഫ് സർഫസ് എമിറ്റിംഗ് ആൻഡ് എഡ്ജ് എമിറ്റിംഗ് LED ആൻഡ് മോഡുലേഷൻ ഓഫ് LED. ഈ പോർഷൻസ് ആയിരിക്കും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. 2 type of optical sources ആണുള്ളത്. One is LED and the other is laser. അതിൽ ഞാൻ LED പോർഷൻ മാത്രമേ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ആൻഡ് ദ ലേസർ പോർഷൻ വേറെ ആരെങ്കിലും എടുക്കും. അപ്പൊ ബിഫോർ ഗോയിങ് ടു LED, ജനറൽ ആയിട്ട് ലേസറും LEDയും തമ്മിൽ ഒരു കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് പോവാം. LED മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെ, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. And laser is light amplification by stimulated emission of radiation. LED incoherent ആണ്, while laser is coherent. എന്താ ഇൻകൊഹറന്റ്? കൊഹറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ആ ടേം വരും. കൊഹറന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ലൈറ്റ് സോഴ്സില് ആ വേവ് എല്ലാം ഇൻ ഈക്വൽ ഫ്രീക്വൻസി ആൻഡ് ഫേസ് ആണെങ്കിൽ അതിനെ കൊഹറന്റ് എന്ന് പറയും. ബട്ട് LED is incoherent. നെക്സ്റ്റ്, വിത്തൗട്ട് ഒപ്റ്റിക്കൽ റെസൊനേറ്റർ. ലേസർ ആണെങ്കിലോ വിത്ത് ഒപ്റ്റിക്കൽ റെസൊനേറ്റർ. റെസൊനേറ്റർ എന്ന് വെച്ചാൽ അതിനകത്ത് 2 മിറേഴ്സ് വെച്ചിട്ട് ബീം ലൈറ്റ് അങ്ങോട്ടും ബോത്ത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് അതിനെ ബീം ആക്കുന്നതാണ് ഒപ്റ്റിക്കൽ റെസൊനേറ്റർ. LED വിത്തൗട്ട് ഒപ്റ്റിക്കൽ റെസൊനേറ്റർ ആണ്. പിന്നെ LED is used for multi-mode fibers only, while laser is used for both multi and single mode fibers. സ്പീഡ് വരികയാണ് LED വളരെ സ്പീഡ് കുറവാണ്, അപ് ടു 100 megabits per second, while laser is up to 10 gigabits per second. ഇതാണ് ഇതിൽ ലേസർ പോർഷനിലോട്ട് നമ്മൾ ഇപ്പം വരുന്നില്ല. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള LEDയുടെ കോൺഫിഗറേഷൻ. ആൻഡ് ടുഡേസ് കണ്ടന്റ് ഇത് എത്രയാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് പോർഷനിൽ എനർജി ബാൻഡ്സ് ഇൻ സെമി കണ്ടക്ടേഴ്സ്, then the term spontaneous emission, then working of an LED, then different types of PN junctions used for the construction of LED, then different LED structures available today, then modulation of LED. ഇത്രയും പോർഷൻസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. കമ്മിങ് ടു ദ ഇൻട്രൊഡക്ഷൻ. ഇതാണ് നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു LED. നമ്മൾ ലാബിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു LED ആണ്. നിങ്ങളുടെ LEDയുടെ ഒരു സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഈ LED-യിൽ ഇറ്റ് ഹാസ് എ PN ജംഗ്ഷൻ. ദിസ് ഈസ് ദ PN ജംഗ്ഷൻ. ഒരു PN ജംഗ്ഷൻ ഉണ്ട്, ഒരു കാത്തോഡ് ആൻഡ് ആനോഡ് ഉണ്ട്, കൂടാതെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഫോക്കസ് ചെയ്ത് മുകളിലേക്ക് വിടാനായിട്ട് ഒരു ഡോം ഷേപ്പ് പ്ലാസ്റ്റിക് കേസ് ഉണ്ട്. ഇത്രയുള്ള ഒരു LED-യിൽ. അപ്പൊ ഈ LED-യുടെ ഡീറ്റെയിൽസിലേക്ക്
ഞാൻ വരാം. ഇവിടെ ഇപ്പോ the LED emits incoherent light. Incoherent, നേരത്തെ വേർഡ് ക്ലിയർ ആണ്. Incoherent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, the wave should be coherent means the wave has equal frequency and phase. ഇവിടെ LED-ക്ക് incoherent ആണ്, ഫേസും ഫ്രീക്വൻസിയും സെയിം അല്ല. Then it emits light through spontaneous emission. ആ വേർഡ് ഞാൻ ഇനിയും വരും. What is spontaneous emission? Spontaneous emission നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം, ഓർത്തു വെച്ചോളൂ, ഞാൻ പിന്നീട് അതിലേക്ക് വരാം. Then it is used for multi-mode system. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 to 200 megabits per second ആണ് അതിന്റെ സ്പീഡ്. Then broad spectral width, നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് വരും. സ്പെക്ട്രൽ വിഡ്ത്ത് കൂടുതലാണ്. വൈഡ് ഔട്ട്പുട്ട് പാറ്റേൺ. LED രണ്ട് ഫ്രീക്വൻസീസിൽ അവൈലബിൾ ആണ്. That is രണ്ട് വേവ് ലെങ്ത് കൊടുത്തേക്കുന്നത് 850 nanometers for gallium arsenic and aluminum gallium arsenic and 1300 to 1550 nanometers for Indian gallium arsenic phosphide and Indian phosphide. ഈ രണ്ട് വേവ് ലെങ്തിലാണ് അല്ലെങ്കിൽ രണ്ട് ഫ്രീക്വൻസീസിലാണ് LED സാധാരണ അവൈലബിൾ. That frequency or the color depends on the material used for the LED. Next, coming to the energy bands in semiconductors. ഇപ്പം നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലെ നേരത്തെ ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്താണ് എനർജി ബാൻഡ് എന്ന്, അല്ലെ? അപ്പൊ സോളിഡ്സില് ഒരു സിംഗിൾ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് എനർജി ലെവൽ ആണ്. ബട്ട് ഇൻ സോളിഡ്സ് there are lot of atoms. അപ്പൊ ഇതിന്റെ ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റംസ് കാരണം എനർജി ബാൻഡ് വന്നു. അപ്പൊ എനർജി ബാൻഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡ്, two type ഉണ്ട്, conduction band and valence band. And in between conduction band and valence band there is forbidden energy gap അല്ലെങ്കിൽ band gap, അല്ലെ? In semiconductors this forbidden energy gap is very small. അത് കാരണം ഒരു ചെറിയ എനർജി മതി വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകാൻ. എക്സാമ്പിൾസ് എന്ന് പറയാം സിലിക്കൺ ആൻഡ് ജെർമാനിയം. ഇത് ജസ്റ്റ് പണ്ട് നമ്മൾ പഠിച്ചതാണ്. ആ എനർജി ബാൻഡിൽ നമ്മൾ ഇന്നിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസിലാണ്. ദിസ് ഇസ് ജനറലി ബാൻഡ് ഗ്യാപ്പ്. നൗ കമ്മിങ് ടു ദ ബാൻഡ് ഗ്യാപ്പ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ എന്താ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ടീച്ചർ അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നു. എനർജി ബാൻഡ്. ഓക്കെ. അപ്പൊ എനർജി ബാൻഡ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം, അല്ലെ സോറി വേണ്ട, ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അല്ലേ? ഒരു ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളപ്പോൾ അതിനൊരു എനർജി ലെവൽ ആണുള്ളത്. അതായത് ഒരൊറ്റ ഇലക്ട്രോൺ കാരണമുള്ള ഒരു എനർജി സ്റ്റേറ്റ്, ദാറ്റ് ഈസ് എനർജി ലെവൽ. ബട്ട് സോളിഡ്സ് വരുമ്പോഴത്തേക്കും കുറേ ഇലക്ട്രോൺസ് കാണും. ഈ എല്ലാ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോൺസിന്റെയും ലെവൽ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി വേരിയിങ് ആയിരിക്കും, ഒരു സിംഗിൾ ലെവൽ ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ അതിനെ ബാൻഡ്, ഒരു ലെവലിനേക്കാളും കുറച്ച് മുകളിലും കുറച്ച് താഴെയൊക്കെ ആയിരിക്കും ബാക്കി ലെവൽസ്. അപ്പൊ എല്ലാം കൂടെ ലെവൽസ് നമ്മളൊരു റീജിയൻ ആണ് പറയുന്നത്. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ദ എനർജി ബാൻഡ്. അങ്ങനെയാണ് സോളിഡ്സിലെ എനർജി ബാൻഡ് വരുന്നത്. നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. അപ്പൊ ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നതിലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് എല്ലാം നിൽക്കുന്നത് വാലൻസ് ബാൻഡിലാണ്. ഞാനത് സ്കിപ്പ് ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ ബേസിക് ഇലക്ട്രോണിക്സ് മുതലേ പഠിക്കുന്നതായതുകൊണ്ട് അതിൽ ടൈം കളയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ വാലൻസ് ബാൻഡിലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ എല്ലാ ഇലക്ട്രോൺസും കണ്ടെയ്ൻ ചെയ്യുന്ന വാലൻസ് ബാൻഡിലാണ്. ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഇൻ കോവാലന്റ് ബോണ്ടാണ്. ഇതിന് എക്സ്ട്രാ എനർജി കിട്ടുമ്പോൾ ഇത് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. ദേ ആർ ഫ്രീ ടു മൂവ് അബൌട്ട്. അതാണ് ബാൻഡ് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ. ദെൻ ഈ ബാൻഡ് ഗ്യാപ്പ്, ഈ നേരത്തെ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അല്ലെ ബാൻഡ് ഗ്യാപ്പ്. ഈ ഫിഗർ നോക്കി, സോറി ഈ ഫിഗർ നോക്കിക്കോളൂ. ഈ സ്മോൾ ഡിസ്റ്റൻസ് അല്ലെ ദ എനർജി ലെവൽ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡിനെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദ എനർജി ലെവൽ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്.
ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരണമെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡിലെ എനർജിയുടെ ഡിഫറൻസ് എമിറ്റ് ചെയ്താൽ മാത്രമേ വാലൻസ് ബാൻഡിലേക്ക് വരൂ. അല്ലെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ വാലൻസ് ബാൻഡിലെ ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ എന്താ വേണം? ഇറ്റ് ഷുഡ് അക്യൂർ എനർജി. ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് എനർജി അക്യൂർ ചെയ്യുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓവർകം ചെയ്യത്തക്ക എനർജി അക്യൂർ ചെയ്താലേ അത് കണ്ടക്ഷൻ ബാൻഡിൽ പോകാൻ നോക്കൂ. ഇതിപ്പോ റെപ്രസെന്റ്സ്. അപ്പൊ പറഞ്ഞോളൂ. പോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ അതൊന്ന് ഫിൽ ചെയ്തേക്കണേ. എനിക്ക് കണ്ടിന്യൂ ചെയ്യാലോ ഷോമിള? ഓക്കെ. അപ്പോ ബാൻഡ് ഗ്യാപ്പ് റെപ്രസെന്റ്സ് ദ മിനിമം എനർജി. ഷോമിള ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്യാം ടീച്ചർ. ഓക്കെ. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് റെപ്രസെന്റ്സ് ദ മിനിമം എനർജി ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് ബോട്ടം ഓഫ് കണ്ടക്ഷൻ. അതായത് ഒരു ഇലക്ട്രോണിന് ഈ ബാൻഡ് ഗ്യാപ്പ് എത്ര എനർജി ആണോ ആ എനർജി ഓവർകം ചെയ്താൽ മാത്രമേ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ ഒക്കൂ. ദിസ് ഈസ് ദ കേസ് ഓഫ് ഓൾ മെറ്റീരിയൽസ്. ഇവിടെ ഇപ്പൊ ബാൻഡ് ഗ്യാപ്പിനെ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. ദാറ്റ് ഈസ് ബാൻഡ് ഗ്യാപ്പ് is classified into two: direct band gap and indirect band gap. This is direct and indirect band gap. ഇവിടെ ഫിഗറിൽ നോക്കിക്കേ, y axis is energy and x axis is momentum. കണ്ടക്ഷൻ ബാൻഡ് മിനിമവും വാലൻസ് ബാൻഡ് മാക്സിമവും സെയിം മൊമെന്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. I repeat, കണ്ടക്ഷൻ ബാൻഡ് മിനിമവും വാലൻസ് ബാൻഡ് മാക്സിമവും സെയിം മൊമെന്റത്തിൽ വന്നു കഴിഞ്ഞാൽ, സെയിം വാല്യൂ ഓഫ് മൊമെന്റത്തിൽ വന്നു കഴിഞ്ഞാൽ it is called direct band gap. Whereas in indirect band gap material, conduction band minimum ദേ ഇവിടാണ് and valence band maximum ഇവിടാണ്. Same momentum അല്ല, there is change in momentum. These type of materials are called indirect band gap material. Clear ആയെന്ന് തോന്നുന്നു. In direct band gap material, the conduction band minimum and valence band maximum are at the same value of momentum. In indirect band gap material, conduction band minimum and valence band maximum are at different value of momentum. Momentum different ആണ്. ഇതാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള വ്യത്യാസം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ് മിനിമം ആൻഡ് ദിസ് ഈസ് ദ വാലൻസ് ബാൻഡ് മിനിമം. കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലേക്ക് വരുമ്പം ദ ഡിഫറൻസ് ഓഫ് എനർജി, അതായത് കണ്ടക്ഷൻ ബാൻഡിലെ എനർജി E2ഉം വാലൻസ് ബാൻഡിലെ എനർജി E1 ആണെങ്കിൽ E2 മൈനസ് E1 എന്ന് പറയുന്ന എനർജി ഫോട്ടോൺ ആയിട്ട് റിലീസ് ചെയ്യും. ക്ലിയർ ആയോ? കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമത്തിൽ നിന്ന്, അല്ലെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലുള്ള ഹോളില് കമ്പൈൻ ചെയ്യുമ്പോൾ, വാലൻസ് ബാൻഡിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഈ ഡിഫറൻസ് ഓഫ് എനർജി ഈസ് ലിബറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അല്ലെ, ഇവിടെ ഇപ്പം ലൈറ്റ് മാത്രമേ കാണിച്ചുള്ളൂ. ഇറ്റ് ഈസ് ലിബറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. ഇതാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അപ്പൊ ഈ സെയിം വാല്യൂ ഓഫ് മൊമെന്റം ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണിന് വാലൻസ് ബാൻഡിലെ ഹോളിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ നോക്കും, എന്നിട്ട് എനർജി ലിബറേറ്റ് ചെയ്യാക്കും. ബട്ട് ഇൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ഇതിന് ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് വരാൻ പറ്റത്തില്ല. സോ there should be some change in momentum. മൊമെന്റത്തിൽ ഒരു ചേഞ്ച് വരണം. അപ്പൊ ഫസ്റ്റ് ഈ വാലൻസ് ബാൻഡിലേക്ക് വരും മുമ്പ് ഇലക്ട്രോൺ, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ, there should be shift in momentum. അപ്പം ഷിഫ്റ്റ് ഇൻ മൊമെന്റം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ലിബറേറ്റ് ലാറ്റിസ് വൈബ്രേഷൻസ്. ആ ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. ഇറ്റ് ഈസ് ലിബറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫോണോൺസ്. ഫോണോൺ ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഫോണോൺ ആയിട്ട് ലിബറേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ വന്ന് ജോയിൻ ചെയ്യും. വാലൻസ് ബാൻഡിൽ ഹോളിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ലിബറേറ്റ് ഫോട്ടോൺ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബോത്ത് ഫോണോൺ ആൻഡ് ഫോട്ടോൺസ് ആർ റിലീസ്ഡ്.
ഇവിടെ ഇപ്പൊ കണ്ടക്ഷൻ ബാൻഡ് ഹയർ വാല്യൂ ഓഫ് മൊമെന്റത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഫോണോൺ ലിബറേറ്റ് ചെയ്യുന്നത്. അതേസമയം കണ്ടക്ഷൻ ബാൻഡ് മിനിമം ഇവിടെ ആയിരുന്നെങ്കിൽ ഇറ്റ് വിൽ അക്സെപ്റ്റ് ഫോണോൺ. മനസ്സിലായോ? അക്സെപ്റ്റ് ഫോണോൺ രണ്ട് മെത്തേഡിലും പോസിബിൾ ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ the conduction band minimum and valence band maximum are not of the same momentum. Same momentum അല്ല, ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് വാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺ വരണമെങ്കിൽ ഫസ്റ്റ് the electron has to undergo lattice change in momentum, liberating lattice vibrations called phonon, then come to the valence band liberating photon. Clear ആയി എന്ന് തോന്നുന്നു. Indirect band gap both phonon and photons are released. Clear ആയോ? കുറച്ച് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലിയം ആർസെനിക്, indium arsenic and indium SB. ഇത് ഇത്രയാണ് സാധാരണ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ സിലിക്കൺ, ജർമേനിയം, ഗാലിയം ഫോസ്ഫൈഡ് എക്സെട്ര. നെക്സ്റ്റ് കമ്മിങ് ടു ദ സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷനിൽ ശരിക്കും പറഞ്ഞാൽ ഹയർ എനർജിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ദേ ലിബറേറ്റ് ഫോട്ടോൺ. നമ്മൾ ഇത്രയും നേരം കണ്ടത് തന്നെ, ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ. ഇവിടെ സ്പോണ്ടേനിയസ് എമിഷൻ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ലേസർ ദർ ഇസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓൾമോസ്റ്റ് എല്ലാ എമിഷനും സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. ഒരു ഹയർ ഇലക്ട്രോൺ, when an electron is given energy, it will go to the higher energy state or next excited state. അതിന് അവിടെ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല. After a short duration, it will come back to the lower energy state, liberating photon. Photon of energy E2 minus E1 is liberated. Then working of LED. ഇതെല്ലാം നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. എന്നാൽ ഇവിടെ അത് വേറൊരു രീതിയിലാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. LED is a PN junction diode. ഓർഡിനറി ഡയോഡ് പോലെ ഒരു PN junction diode ആണ്. ഓർഡിനറി ഡയോഡിൽ എന്താ സംഭവിക്കുന്നത്? When diode is forward biased, electrons from the N region goes to the P region, combine with the holes and they liberate energy in the form of heat. അല്ലെ? ഇതാണ് ഓർഡിനറി ഡയോഡിൽ. LED-യിലും വലിയ വ്യത്യാസമൊന്നുമല്ല. When LED is forward biased, LED forward bias ചെയ്യുമ്പോൾ ഇത് ഒരു LED forward bias ചെയ്തൊക്കെയാണ്. ഈ forward biased LED-യിൽ N ടൈപ്പ് ഇലക്ട്രോഡ്സ് ട്രാവൽ ചെയ്ത് P ടൈപ്പിൽ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ ദേ ലിബറേറ്റ് എനർജി. അപ്പൊ ഈ P ടൈപ്പിൽ എന്ത് സംഭവിക്കും? റീകോമ്പിനേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ടേക്ക് പ്ലേസ്. ഒരു ഇലക്ട്രോൺ വന്ന് ഹോളിൽ റീകമ്പൈൻ ചെയ്യുമ്പം they liberate energy in the form of heat and light. Certain materials like gallium arsenic, ഇതിലൊക്കെ കുറച്ച് മെറ്റീരിയൽസ് അനുസരിച്ച് ഈ ലിബറേറ്റ് ചെയ്യുന്ന ലൈറ്റ് എനർജി more in the form of light ആക്കും. That principle is used in LED. മനസ്സിലായോ? അപ്പൊ എല്ലാ PN ജംഗ്ഷനിലും the recombination takes place. In ordinary LED, it is in the form of heat, but in LED, the emitted energy is in the form of light in the visible spectrum. അതിന്റെ വാലൻസ് ബാൻഡ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ജംഗ്ഷൻ ക്രോസ് ചെയ്തു, ഹോളുമായിട്ട് കമ്പൈൻ ചെയ്തു, and light is emitted. The LED is made up of semiconductor material. Semiconductor material, and the light is radiated through the junction of the diode. ഇവിടെ ഇപ്പോൾ LED, this is the bottom electrode, usually cathode gold film വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, and this is the top electrode, N type material and P type material. N type in the electrodes
പി ടൈപ്പിൽ പോയി ഹോളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇവിടെയാണ് എനർജി റിലീസ് ഉണ്ടാവുന്നത്. ആൻഡ് ലൈറ്റ് ഈസ് എമിറ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ LED. ഇവിടെ രണ്ട് ആനോഡ്സ് രണ്ട് സൈഡിലായിട്ടാണ് വെച്ചേക്കുന്നത്, so as to allow light to escape through the center portion. Okay. The cathode is made of gold film. The cathode is made of gold film. It is usually placed at the bottom of the N region. Figure clear aannu thonnu. Cathode is placed at the bottom of the N region. Anode is placed at the top. Then താഴത്തെ ലെയർ എന്ന് പറയുന്ന N type semiconductor ആയിരിക്കും, മുകളിലത്തെ ലെയർ P type ആയിരിക്കും. N type ഇലക്ട്രോഡ്സ് P ടൈപ്പിൽ വന്ന് ഇവിടെ കമ്പൈൻ ചെയ്ത് ഇവിടെയാണ് ചാർജ് റീകോമ്പിനേഷൻ നടക്കുന്നത്. ഇവിടെയാണ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റ് മുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ഗ്യാപ്പ് ബിറ്റ്വീൻ ഹയർ ആൻഡ് ലോവർ ലെവൽ. ക്ലിയർ ആയില്ല? എന്താ ക്ലിയർ ആവാത്തെ? നോക്കിക്കേ, LED എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷൻ ആണ്. ദിസ് ഈസ് ദ P റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ N റീജിയൻ. LED എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷൻ ആണ്. P റീജിയൻ, N റീജിയൻ. N റീജിയനിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എന്നിന്റെ താഴെയായിട്ടാണ് ഒരു കാഥോഡ് കൊടുത്തേക്കുന്നത്. ഗോൾഡ് ഫിലിം കാഥോഡ് കണക്ഷൻ ആണ്. ദിസ് ഈസ് ദ ആനോഡ് കണക്ഷൻ. വെൻ ഫോർവേഡ് ബാസ്ഡ്, ഈ ഇവിടെ ഫോർവേഡ് ബാസ്ഡ് ആകുമ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് വരും. ഈ നെഗറ്റീവ് വന്ന് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്ത് ഈ ഇലക്ട്രോൺസ് എല്ലാം ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്ത് P ടൈപ്പിൽ വരും. P ടൈപ്പിൽ വരുമ്പോൾ there it combines with holes. ഹോൾസുമായിട്ട് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ നമ്മുടെ മറ്റേ ഫിഗറിൽ നോക്കിയാൽ ഫ്രം കണ്ടക്ഷൻ ബാൻഡ് ടു വാലൻസ് ബാൻഡ്, ഇതെല്ലാം കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും, ഈ ഹോൾസ് എല്ലാം വാലൻസ് ബാൻഡിലായിരിക്കും. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് പോകുമ്പോൾ ഡിഫറൻസ് ഓഫ് ദ എനർജി ഈസ് എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ആ ലൈറ്റിനെ നമ്മളൊരു ഇവിടെ P ടൈപ്പിൽ തന്നെ ഒരു റീജിയനിൽ കൂടെ മുകളിലോട്ട് വിടുകയാണ്. അതിന് എസ്കേപ്പ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ the energy of the liberated photon is equal to gap between higher and lower level. അതായത് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെ എനർജി ഡിഫറൻസ് ആണ് ഫോട്ടോണിന്റെ എനർജി ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ടൈപ്സ് ഓഫ് PN ജംഗ്ഷൻ. നമ്മൾ ഇത്രയും നേരം LED-ക്ക് PN ജംഗ്ഷൻ എന്നേ പറഞ്ഞുള്ളൂ അല്ലെ? P ടൈപ്പ് മെറ്റീരിയൽ, N ടൈപ്പ് മെറ്റീരിയൽ ഉള്ളു. ആ PN ജംഗ്ഷന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് വരികയാണ്. സാധാരണ ടൈപ്സ് ഓഫ് ജംഗ്ഷൻസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് LED. രണ്ട് ടൈപ്പ് ഓഫ് ജംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഹോമോ ജംഗ്ഷൻ ആൻഡ് ഹെറ്ററോ ജംഗ്ഷൻ. ഹോമോ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, രണ്ട് സെയിം. നോക്കാം നമുക്കത്. Then hetero junctions are classified into single hetero junction SH and double hetero junction DH. ഇങ്ങനെയും ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതില് ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. This is homo junction. Homo junction means both P-type and N-type material are made of same band gap material. Same band gap. പല മെറ്റീരിയൽ പല ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ P ടൈപ്പും N ടൈപ്പും സെയിം ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ P ടൈപ്പ് എന്ന് പറയുന്നത് ഗാലിയം ആർസെനിക്, N ടൈപ്പ് എന്ന് പറയുന്നത് ഗാലിയം ആർസെനിക്. ഇതിന്റെ രണ്ടിന്റെയും ബാൻഡ് ഗ്യാപ്പ് സെയിം ആണ്. ഇത് ഈ ഫിഗറിൽ കാണാവോ? P ടൈപ്പിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് EG തന്നെയാണ്, ഇവിടത്തെയും ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് EG തന്നെയാണ്. സെയിം ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിപ്ലീഷൻ റീജിയൻ വരുമ്പോഴത്തേക്കും ബാൻഡ് ഗ്യാപ്പിന് വ്യത്യാസമൊന്നുമില്ല, EG തന്നെ ആയിരിക്കും. That is PN junction, the two materials are made of same band gap material. But in hetero junction, different band gap material വെച്ചാണ് N ഉം P ഉം ഉണ്ടാക്കിയിരിക്കുന്നത്. See, ഇവിടെ it is 2 electron volt and ഇവിടെ 1.4 electron. This is N. 2 electron voltum 1.4 electron volt. ഇങ്ങനെ ഒരു ജംഗ്ഷനില് ഇങ്ങനെ രണ്ട് മെറ്റീരിയൽസ് തമ്മിൽ PN ജംഗ്ഷൻ ഉണ്ടാക്കിയാൽ കാരിയേഴ്സ് എവിടെ കൂടെ സ്മോളർ ബാൻഡ് വിഡ്ത്ത് ഉള്ളിടത്തെ കാരിയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യൂ. കാരിയേഴ്സ്
2 electron volt higher energy level low energy ലോട്ട് വരുന്നേക്കാളും faster ആയിട്ട് 1.4 electron volt എന്ന് വരും. അപ്പോ heterojunction means PN junction is formed of 2 different band gap semiconductors. That is called heterojunction. ഒരു comparison നോക്കാം. P and N in homojunctions, P and N are of same material, whereas in heterojunction, P and N of different material. In homojunction, carriers are not confined. എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഫിഗറിലോട്ട് പോവാണേ. ഇവിടെ കാരിയേഴ്സ് ഒരു സ്പെസിഫൈഡ് റീജിയനിൽ വന്ന് ജോയിൻ ചെയ്യണം എന്നൊന്നുമില്ല. എല്ലായിടവും ബാൻഡ് ഗ്യാപ്പ് ഈക്വൽ ആണ്. അതേസമയം ഹെട്രോജംഗ്ഷൻ വരുമ്പോൾ ഇവിടെ ബാൻഡ് ഗ്യാപ്പ് കുറവാണ്. അപ്പൊ കാരിയേഴ്സ് വിൽ ബി ഫോഴ്സ് ടു റീകമ്പൈൻ ഹിയർ. കാരിയേഴ്സ് ഇവിടെ കൺഫൈൻഡ് ആവും. കാരിയേഴ്സ് ഇവിടെ കൺഫൈൻഡ് ആകുമ്പോൾ എന്ത് പറ്റും? എല്ലാ കാരിയേഴ്സും ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് നിന്ന് ബാലൻസ് ബാൻഡിലേക്ക് വരാൻ ശ്രമിക്കുകയും ലൈറ്റ് ഇവിടെ കൺഫൈൻഡ് ആവും ഈ നാരോ ബാൻഡ് ഗ്യാപ്പ് ഉള്ളിടത്ത്. അതാണ് നമുക്ക് വേണ്ടത്. Here carriers in homojunctions, carriers are not confined. Here the carriers are confined. In homojunction, light is not confined. In heterojunction, light is more confined. In homojunction, this is inefficient. Heterojunction, more efficient. എന്ന് പറഞ്ഞാൽ കാരിയേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് റീജിയനിൽ കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് അവിടെ നിന്നേ വരത്തുള്ളൂ. ലൈറ്റ് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ അത് ഭയങ്കര എഫിഷ്യന്റ് ആണ്. മിക്കവാറും കേസസിലെല്ലാം നമ്മൾ ഹെട്രോജംഗ്ഷൻസ് യൂസ് ചെയ്യുള്ളൂ. പിന്നെ കോസ്റ്റിന്റെ അത്ര വലിയ ആവശ്യം ഹൈ കോളിമേഷൻ ഒന്നും ആവശ്യമില്ലാത്തടത്ത് മാത്രമേ ഹോമോജംഗ്ഷൻ യൂസ് ചെയ്യൂ. Thus, optical confinement and carrier confinement നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഒന്നുകൂടി എഴുതിയിട്ടുള്ളത്. Optical confinement and carrier confinement are possible in double heterojunction. നേരത്തെ ഹെട്രോജംഗ്ഷനെ പറഞ്ഞോളൂ. ഹെട്രോജംഗ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് മെറ്റീരിയലും രണ്ട് ബാൻഡ് ഗ്യാപ്പ് ആണ്. അപ്പൊ ലോവർ ബാൻഡ് ഗ്യാപ്പ് ഉള്ളിടത്ത് ഇലക്ട്രോൺസ് കാരിയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ കണ്ടക്ഷൻ ബാൻഡ് നിന്ന് വാലൻസ് ബാൻഡിലേക്ക് വരികയും അവിടെ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അത് തന്നെയാണ് ആ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് ഒപ്റ്റിക്കൽ കൺഫൈൻമെന്റ്. കൺഫൈൻ ചെയ്ത് ഒരു ഏരിയയിലേക്ക്, സ്മോൾ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒപ്റ്റിക്കൽ കൺഫൈൻമെന്റ്. കാരിയർ കൺഫൈൻമെന്റ് നടന്നാലേ ഒപ്റ്റിക്കൽ കൺഫൈൻമെന്റ്. ഇത് രണ്ടും ഡബിൾ ഹെട്രോജംഗ്ഷനിൽ നടക്കുന്നുണ്ട്. ഡബിൾ ഹെട്രോജംഗ്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച സിംഗിൾ ഹെട്രോജംഗ്ഷൻ ആണ്. ദിസ് ഈസ് സിംഗിൾ ഹെട്രോജംഗ്ഷൻ ആണ്. അതുപോലെ ഒരെണ്ണം കൂടെ ചെറുത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡബിൾ ഫിഗർ വരുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ജംഗ്ഷൻസ് വെച്ചുള്ള LED സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. LED സ്ട്രക്ചേഴ്സ് ഇൻ the major type of LED structures used in optical fiber cable are surface emitting LED or SLED, edge emitting LED or ELED and superluminescent LED. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് LEDs ആണുള്ളത്. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓർ നമ്മുടെ സിലബസിലുള്ള സർഫസ് എമിറ്റിംഗ് LED ആൻഡ് എഡ്ജ് എമിറ്റിംഗ് LEDs ആണ്. ദിസ് ഈസ് ദ സർഫസ് എമിറ്റിംഗ് LED. നെയിമിങ് തന്നെ ക്ലിയർ ആണ്. LED-യുടെ സർഫസ് നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതാണ് സർഫസ് എമിറ്റിംഗ്. ഇത് ജസ്റ്റ് റഫ് ആയിട്ടൊരു ഫിഗർ നോക്കിക്കോളൂ. ദിസ് ഈസ് ദ ഇലക്ട്രോഡ്. ദീസ് ടു ആർ ഇലക്ട്രോഡ്. ബ്ലാക്ക് കളറിൽ കാണുന്ന ഇലക്ട്രോഡ് ആണ്. പിന്നെ അതിനൊരു ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ഉണ്ട്. ആൻഡ് ഈ ഡബിൾ ഹെട്രോ ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് PN ജംഗ്ഷൻ. ഞാൻ ഡീറ്റെയിൽഡ് ഫിഗറിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ റീജിയനിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്താൽ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ LED-യിൽ തന്നെ ഒരു എച്ച്ഡ് വെൽ ഉണ്ട്. ഈ ഫിഗറിലേക്ക് വരാം. എച്ച്ഡ് വെൽ ഉണ്ട്. ഇവിടെ ഒരു വെൽ പോലെ കുഴിച്ചിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ ഇതിനകത്ത് തന്നെ ബട്ട് ചെയ്ത് വെക്കാം, ഇൻസേർട്ട് ചെയ്ത് വെക്കാം. വെച്ചിട്ട് രണ്ട് സൈഡിലും എപ്പോക്സി റെസിൻസ് കൊടുക്കാം. ദിസ് ഈസ് സർഫസ് എമിറ്റിംഗ്. അതിന്റെ അടുത്ത ഫിഗർ നോക്കിക്കോളൂ. ഇതാണ്. ഇറ്റ് ഹാസ് ആൻ ആക്റ്റീവ് ലെയർ ഓഫ് P ഗാലിയം ആർസെനിക്. അതിന്റെ രണ്ട് സൈഡിലായിട്ട് N അലുമിനിയം ഗാലിയം ആർസെനിക്. അതിന്റെ രണ്ട് സൈഡ് N ആൻഡ് P അലുമിനിയം ഗാലിയം ആർസെനിക്. അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെയർ N+ ഗാലിയം ആർസെനിക്.
and P plus gallium arsenide. അപ്പൊ ഇങ്ങനെ കൊടുത്തേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഇവിടെ രണ്ടിടവും ഒരു ഹെറ്ററോ ജംഗ്ഷൻ, ഇവിടെ അടുത്ത ഹെറ്ററോ ജംഗ്ഷൻ, ഇങ്ങനെ ഓരോ ജംഗ്ഷനിലും ഹെറ്ററോ ജംഗ്ഷൻസ് ആണ്. അപ്പോൾ ദിസ് ഈസ് എ ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ. അപ്പൊ ആക്റ്റീവ് റീജിയനിൽ കാരിയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പി റീജിയനിൽ ഇവിടെ ആയിരിക്കും ഏറ്റവും ബാൻഡ് വിഡ്ത്ത് കുറവ്. എല്ലാ കാരിയേഴ്സും ആക്റ്റീവ് റീജിയനിൽ വരും. എന്നിട്ട് ഇവിടെ റീകമ്പൈൻ ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ഇതുവഴി ഇങ്ങനെ. ഒപ്റ്റിക്കൽ ഫൈബർ ഡയറക്റ്റ് ആയിട്ട് ഈ LED-ലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ആൻ എപ്പോക്സി റെസിൻ, ലൈറ്റ് എസ്കേപ്പ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പൊ it has a bottom contact layer, anode, top n-type material has negative, cathode. In between active layer, thin active layer called thin ആക്കിയിരിക്കുന്ന വെച്ചാൽ സ്മോൾ സ്പേസിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അത് നേരെ എസ്കേപ്പ് ചെയ്യും. പി ഗാലിയം ആർസെനിക് ആണ് ആക്റ്റീവ് റീജിയൻ. അതിന്റെ ടോപ്പിലോട്ടെല്ലാം n-type, bottom എല്ലാം p-type. Explanation okay. This is modified form of double hetero junction LED. In this LED type, optical fiber is butt coupled. Optical fiber ഇതിനകത്തോട്ട് നേരെ കപ്പിൾ ചെയ്ത് വെച്ചേക്കാണ്. The SLED structure consists of thin center active layer of p-type gallium arsenide. അതിന്റെ സെൻട്രൽ ലെയർ എന്ന് പറയുന്നത് p-type gallium arsenide ആണ്. Then the central layer is bounded by n-type aluminum gallium arsenide or n+ type gallium arsenide on the top. ടോപ്പിലെല്ലാം n-type ഉം താഴോട്ടെല്ലാം p-type ഉം ആണ്. ടോപ്പ് സർഫസും ബോട്ടം സർഫസും കോണ്ടാക്റ്റിന് വേണ്ടി യൂസ് ചെയ്യും. ബാക്കി ഇത് രണ്ടും ഡബിൾ ഹെറ്ററോഡൈൻ ജംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് കപ്ലിംഗ് ആണ്. ഒട്ടും ലൈറ്റ് വെളിയിൽ പോകാതെ ഇതിന് ഒപ്റ്റിക്കൽ ഫൈബർ ഡയറക്റ്റ് ആയിട്ട് LED-ക്കകത്ത് തന്നെ കപ്പിൾ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് സർഫസ് എമിറ്റിംഗ് LED. സർഫസ് എമിറ്റിംഗ് LED ഒന്നുകൂടെ പറയാം. ഇൻ സർഫസ് എമിറ്റിംഗ് LED, ഈ ഫിഗർ ആയിരിക്കും കുറച്ചുകൂടെ ക്ലിയർ. ഇൻ സർഫസ് എമിറ്റിംഗ് LED there is a bottom anode layer. അപ്പൊ ഈ p-type എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോണ്ടാക്ടിന് ഗുഡ് ഓമിക് കോണ്ടാക്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു p-type ആണ്. ദിസ് ഇസ് ആനോഡ് ആൻഡ് ദിസ് ഇസ് കാഥോഡ്. കാഥോഡ് ഈസ് കണക്റ്റഡ് ടു n+ gallium arsenic and anode is connected to p+ gallium arsenic. This is connected to P is connected to the ഇങ്ങനെ ഡബിൾ ലെയർ കൊടുത്തേക്കുന്ന ഡബിൾ ഹെറ്ററോഡൈൻ so that electrons or photons are confined in this active layer itself. ഇവിടെ ഒരു കൺഫൈൻഡ് വരുമ്പോഴത്തേക്കും കാരിയേഴ്സ് ഇവിടെ കൺഫൈൻഡ് ആവും, ലൈറ്റ് ഇവിടെ കൺഫൈൻഡ് ആവും. ആ ലൈറ്റ് ഇതേ ഈ ഫൈബർ ഒപ്റ്റിക്കലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാക്കും. ആൻഡ് ഇറ്റ് ഹാസ് ഗുഡ് കപ്ലിംഗ് ഓൾസോ. ദിസ് ഈസ് സർഫസ് എമിറ്റിംഗ് LED. സർഫസിൽ കൂടെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് കോൾഡ് സർഫസ് എമിറ്റിംഗ്. ഇതിന്റെ അഡ്വാൻറ്റേജസ്: ഒപ്റ്റിക്കൽ കപ്ലിംഗ് കോഎഫിഷ്യന്റ് ഹൈ, carrier recombination, optical loss very low, indium phosphide and indium gallium arsenic phosphide is used for long wavelength application, high efficiency. ഞാൻ പിന്നീട് രണ്ടിന്റെയും കൂടെ കമ്പാരിസൺ പിന്നീട് വരും. ജസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടിപ്പോയാൽ മതി. ഇന്റേണൽ അബ്സോർപ്ഷൻ ലോ, good forward radiance. Disadvantages: സ്പീഡാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എഡ്ജ് എമിറ്റിങ്ങിനേക്കാൾ ഇതിന് സ്പീഡ് കുറവാണ്. 20 Mbps ഉള്ളൂ. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഷോർട്ട് ഒപ്റ്റിക്കൽ ലിങ്ക് വിത്ത് ലാർജ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഷോർട്ട് ഒപ്റ്റിക്കൽ ലിങ്കേ ഉള്ളൂ. അതാണ് ഇതിന്റെ, ഇത് രണ്ടുമാണ് ഇതിന്റെ ഏക ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് കമ്മിങ് ടു ദ എഡ്ജ് എമിറ്റിംഗ് LED. എഡ്ജ് എമിറ്റിംഗ് LED നേരത്തെ പറഞ്ഞ സർഫസ് എമിറ്റിംഗ് LED ലൈറ്റ് സർഫസിൽ കൂടെയാണ് എമിറ്റ് ചെയ്തു പോകുന്നത്.
ഇവിടെ എഡ്ജിലാണ് എമിറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ സ്ട്രക്ചർ. മോർ ഡീറ്റെയിൽ സ്ട്രക്ചർ ഞാൻ ഇവിടെ കാണിക്കാം. It has a post anode contact bottom. It has a bottom anode contact. ഇത് രണ്ടും സബ്സ്ട്രേറ്റ് ആണ്. കറക്ഷൻ ഉണ്ടോ എന്ന് സംശയം. പിയിലാണ് പോസിറ്റീവ് വരുന്നത്. സോറി, ഇവിടെ ഫിഗറിൽ ഒരു കറക്ഷൻ ഉണ്ട്. ദിസ് ഇസ് നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ്. പിയിൽ പോസിറ്റീവ് വരും, എന്നിൽ നെഗറ്റീവ് വരും. ഇവിടെ ഫിഗറിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ആക്റ്റീവ് ലെയർ. ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത് നേരത്തെ പോലെ തിൻ തന്നെയാണ്. ഇവിടെ 2 N+ എടുത്തേക്കുന്നത് 1 for substrate and 1 for cladding. This is the cladding layer. This is the cladding layer. താഴെ ഇവിടെ കാണിച്ചേക്കുന്നത് ഇത്രയും വിട്ടിന് ഞാൻ 2 ആയിട്ട് വരച്ചെന്നേ ഉള്ളൂ. cladding layer and substrate. Then one is confining layer. Confining layer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും കൺഫൈൻ ചെയ്ത് ആക്റ്റീവ് റീജിയനിലേക്ക് കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്യുന്ന ലെയർ ആണ്. നെക്സ്റ്റ് ഈസ് ദ ലൈറ്റ് കൺഫൈനിങ് റീജിയൻ. അപ്പൊ ഇത് ഈ റീജിയനിലാണ് ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആക്റ്റീവ് റീജിയനിലാണ്. ഒന്നുകൂടെ പറയാം. ഇറ്റ് ഹാസ് എ കാഥോഡ്, ദെൻ N-type cladding layer, N-type substrate and cladding layer, then confining layer, active region, confining layer, then cladding layer. ഒരു പിയും ഒരു എന്നും cladding, then 2 confining layers and 1 active layer. And മേളില് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രിപ്പ് കോണ്ടാക്ട് ആണ് കൊടുത്തേക്കുന്നത്. ഈ സ്ട്രിപ്പ് കോണ്ടാക്ട് കൊടുത്തേക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ കൺഫൈൻ ചെയ്ത് ഈ നെഗറ്റീവ് ഇങ്ങനെ വരുന്നത് ഈ ഒരു റീജിയനിൽ ടുവേർഡ്സ് ദ ആക്സിസ് ഓഫ് ദ LED നമുക്ക് കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്യാൻ പറ്റും. കാരിയേഴ്സിനെ ടുവേർഡ്സ് ഇതാ ആക്സിസ് ഓഫ് ദ LED കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്യുമ്പം ലൈറ്റും ടുവേർഡ്സ് ദ ആക്സിസ് കൺഫൈൻ ചെയ്ത് ലൈറ്റ് ഒരു നാരോ ഈ സ്ട്രിപ്പ് കോണ്ടാക്റ്റിന്റെ വിഡ്ത്തില് ഇവിടെ നിന്ന് ലൈറ്റ് വരും. ലൈറ്റ് ആ സ്ട്രിപ്പ് കോണ്ടാക്റ്റിന്റെ ഇതാണ് ആക്സിസ്. ഈ ആക്സിസിന് ഇങ്ങനെ ലൈറ്റ് നമുക്ക് വരുത്താം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ദിസ് ഈസ് എഡ്ജ് എമിറ്റിംഗ്. നേരത്തെ കണ്ട സർഫസ് എമിറ്റിംഗിൽ സർഫസ് എമിറ്റ് ചെയ്തു. ദിസ് ഈസ് എഡ്ജ് എമിറ്റ് ചെയ്തു. ദിസ് ഓൾസോ ഹാസ് ഡബിൾ ഹെറ്ററോജൈൻ ജംഗ്ഷൻ. അത് എന്തിനാന്ന് വെച്ചാൽ ടു കൺഫൈൻ കാരിയേഴ്സ് ആൻഡ് ലൈറ്റ് ടു ദ ആക്സിസ് ഓഫ് ദ LED. അതിനു വേണ്ടി ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ കുറച്ച് നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് എമിറ്റിംഗ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ LED, ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് എഡ്ജ് എമിറ്റിംഗ് LED. സം ഓഫ് ദ അഡ്വാൻറ്റേജസ്. നേരത്തെ നമ്മൾ പറഞ്ഞ സർഫസ് എമിറ്റിംഗ് LEDക്ക് ബട്ടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അതിന്റെ സർഫസിൽ ബട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് ബട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ലൈറ്റിനെ കോളിമേറ്റ് ചെയ്ത് ഒരു സ്മോൾ പോർഷനിലൂടെ ഇത് എമിറ്റ് ചെയ്തേക്കുകയാണ്. ഹൈ എഫിഷ്യൻസി വിത്ത് ലോ ടു ഹൈ റേഡിയൻസ്. പിന്നെ റേഡിയേറ്റ്സ് ലെസ് പവർ ടു ദ എയർ. It radiates less power to the air compared to surface emitting LED. It has better modulation bandwidth. Modulation bandwidth like ഞാൻ വരാം. It offers 5 to 6 times more coupled power. നേരത്തെ surface emitting LED യെക്കാളും 5 to 6 times more coupled power. പിന്നെ സ്പീഡ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ less than 20 megabits per second ആയിരുന്നു. ഇപ്പൊ ഹൈ ഡേറ്റ റേറ്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് കോംപ്ലക്സ്, difficult to design heat sink, expensive, many issues to be handled during mechanical mounting and installation.
there is a comparison between SLED and ELED. SLEDs are easy to fabricate. Edge emitting are difficult to fabricate. SLEDs are easy to mount and handle. ELEDs are difficult to mount and handle. SLED require less critical tolerance, need critical tolerance on fabrication. SLED are less reliable. These are highly reliable. Low system performance, ELED high system performance, less modulation bandwidth, better modulation bandwidth. The SLED couple less optical power into low NA fibers. This couples more optical power. Light is emitted from the surface, light is emitted from the edge. Wide spectral width, narrow spectral width. Maximum contact efficiency is 60%. Here it is from 60 to 80. This is SLED. SLED light is emitted from the surface. Here light is emitted from the edge. As the name indicates, it is from the edge. Before going to modulation of LED, should I repeat SLED or ELED once more? Okay. Then modulation of LED. Modulation of LED. That is, LED output power. LED nammal fiber, optical fiber ആയിട്ട് connect ചെയ്യുമ്പോൾ നമുക്ക് output power അല്ലെങ്കിൽ output എങ്ങനെ ഇരിക്കും? That is, LED-യിലോട്ട് LED-യുടെ output optical fiber-ലോട്ട് connect ചെയ്യുമ്പോൾ അതിന്റെ spectral width എങ്ങനെയായിരിക്കും? ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? It depends on the doping level of the active region. Okay, അത് repeat ചെയ്യാം. Injected carrier lifetime. Teacher, SLED ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിലോട്ട് വരാം. This is surface emitting LED. ഈ രണ്ട് ഫിഗറും സെയിം തന്നെയാണ്. ഇതിനകത്ത് ഡബിൾ ഹെറ്ററോഡൈൻ ജംഗ്ഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഡബിൾ ഹെറ്ററോഡൈൻ ജംഗ്ഷൻ കുറച്ചുകൂടെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ SLED എന്ന് പറയുമ്പോൾ നമുക്ക് നെയിമിൽ തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് സർഫസ് എമിറ്റിംഗ് LED. സർഫസ് നിന്ന് LED എമിറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ല സോറി, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനെയാണ് സർഫസ് എമിറ്റിംഗ് LED എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്തിനാ ഡബിൾ ഹെറ്ററോഡൈൻ ജംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെയും കാരിയറിനെയും ലൈറ്റിനെയും കൺഫൈൻ ചെയ്യാൻ വേണ്ടി, ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി, പെർട്ടിക്കുലർ റീജിയനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SLEDക്കും ELEDക്കും എല്ലാം ഡബിൾ ഹെറ്ററോഡൈൻ ജംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽ വെച്ച് PN ജംഗ്ഷൻ ഉണ്ടാക്കുന്നതാണ് ഹെറ്ററോ ജംഗ്ഷൻ. ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് മെറ്റീരിയൽ തമ്മിൽ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞു, അതിന്റെ കൂടെ അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ് ഒന്നുകൂടെ വന്നു. ഇവിടെ നമ്മുടെ ഈ ഫിഗറിൽ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഈ ഫിഗറിൽ ഈ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്ന P ഗാലിയം ആർസെനിക് ആണ്. ഈ പിയും ഈ എന്നും കൂടെ തമ്മിൽ ഒരു ജംഗ്ഷൻ ഉണ്ടായി. ദിസ് ഈസ് ഹെറ്ററോ ജംഗ്ഷൻ. ഇത് തമ്മിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതും ഹെറ്ററോ ജംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനേക്കാളും ബാൻഡ് ഗ്യാപ്പ് കുറവായിരിക്കും. N+ ഗാലിയം ആർസെനിക്കിനെക്കാളും ബാൻഡ് ഗ്യാപ്പ് കുറവാണ് N അലുമിനിയം ഗാലിയം ആർസെനിക്കിന്. അപ്പൊ ഇവിടെ കാരിയേഴ്സ് കുറച്ചുകൂടി ഇങ്ങോട്ട് കൺഫൈൻ ചെയ്തു. അതിനേക്കാളും ബാൻഡ് ഗ്യാപ്പ് കുറവാണ് P ഗാലിയം ആർസെനിക്. അപ്പൊ കാരിയേഴ്സ് വീണ്ടും ഇവിടെ കൺഫൈൻ ചെയ്തു. അതുപോലെ ഇവിടെ കാരിയേഴ്സ് ഇവിടെ എല്ലാം ഏറ്റവും ബാൻഡ് ഗ്യാപ്പ് കുറവ് ഈ ആക്റ്റീവ് റീജിയനിലാണ്. അപ്പൊ കാരിയേഴ്സ് ഫുള്ളായിട്ട് കൺഫൈൻ ചെയ്തെത്തുന്നത് ഈ ആക്റ്റീവ് ലെയറിലാണ്. അതുകൊണ്ട് അതിന് ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് ലെയറിൽ നമ്മൾ രണ്ട് സൈഡിലുള്ള കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്തു. കൺഫൈൻ ചെയ്തിട്ട് അവിടെയാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ്
ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഈ ഫുൾ LED കൂടെ ലൈറ്റ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാറ്റർ ചെയ്തും അബ്സോർബ് ചെയ്തും ഒക്കെ പോകും. അപ്പൊ ഇത് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്റ്റീവ് റീജിയനിലായിരിക്കുമ്പോൾ ലൈറ്റിനെ നമുക്ക് ഇതുവഴി ഇങ്ങനെ ലൈറ്റിനെ സർഫസിൽ കൂടെ എമിറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് കൺഫൈൻ ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് ഒപ്റ്റിക്കൽ ആൻഡ് കാരിയർ കൺഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ബോട്ടം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോണ്ടാക്ട് ലെയർ ആണ്. ഈ ബോട്ടം കോണ്ടാക്ട് ലെയർ എന്ന് പറയുന്ന ദിസ് ഇസ് ആനോഡ് ആൻഡ് ദിസ് ഇസ് കാഥോഡ്. കാഥോഡ് ഒക്കെ ഒരു സ്മോൾ സ്പേസിലാണ് കൊടുത്തേക്കുന്നത്, കാരണം സർഫസിൽ കൂടെ ലൈറ്റ് എമിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? സർഫസ് എമിറ്റിംഗ് LED-യിൽ this is an anode and this is the cathode. This is P plus gallium arsenic. ഇതിന്റെ ഓമിക് കോണ്ടാക്റ്റിന് വേണ്ടിയാണ്. And P അലുമിനിയം ഗാലിയം ആർസെനിക്കും N അലുമിനിയം ഗാലിയം ആർസെനിക്കും ഒപ്റ്റിക്കൽ ആൻഡ് കാരിയർ കൺഫൈനിങ് ലെയേഴ്സ് ആണ്. ദിസ് ഈസ് ഡബിൾ ഹെറ്ററോജൻ ജംഗ്ഷൻ ആണ്. ഡബിൾ ഹെറ്ററോജൻ ജംഗ്ഷൻ വന്നപ്പോൾ ഏറ്റവും ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞ P ഗാലിയം ആർസെനിക്കിലോട്ട് നമുക്ക് കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്ത് വരുത്താൻ പറ്റി. അവിടെ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് സർഫസ് എമിറ്റിംഗ് LED. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടുത്ത 2 സ്ലൈഡ്സിൽ കൊടുത്തേക്കുന്നത്. Now coming to the modulation of LED. അപ്പോ LED-യുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ ഡോപ്പിംഗ് ലെവൽ, ഇൻജെക്റ്റഡ് കാരിയർ ലൈഫ് ടൈം. ഇൻജെക്റ്റഡ് കാരിയർ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ N ടൈപ്പിൽ നിന്ന് ഇൻജെക്ട് ചെയ്ത് വേറൊരു P ടൈപ്പിലോട്ട് വന്നു കഴിഞ്ഞിട്ട് എത്ര ടൈം ആ ഇലക്ട്രോൺ എത്ര ടൈമിനുള്ളിൽ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ദാറ്റ് ഈസ് ഇൻജെക്റ്റഡ് കാരിയർ ലൈഫ് ടൈം. ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് നിൽക്കുന്നതിന് മുമ്പുള്ള ടൈം. ദാറ്റ് ഈസ് ഇൻജെക്റ്റഡ് കാരിയർ ലൈഫ് ടൈം. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് LED-യിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളെല്ലാം RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒക്കെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവും വരച്ചിട്ടുണ്ട് അല്ലേ? അതിലെന്താ നമ്മൾ ചെയ്യുന്നത്? Y ആക്സിസ് ഗെയിൻ ഇൻ dB ആൻഡ് X ആക്സിസ് ലോഗരിതം ഓഫ് ഫ്രീക്വൻസി എടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്തിട്ട് മാക്സിമം ഗെയിനിന്റെ 3 dB വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ 3 dB ഡൗൺ അല്ലെങ്കിൽ 70.7% അല്ലെ? 0.707 മാക്സിമത്തിന്റെ 0.707 അല്ലെ 70.7%-ല് നമ്മൾ ഒരു കട്ട് ഓഫ് ലൈൻ വരയ്ക്കും. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ലോവർ കട്ട് ഓഫ്, അല്ലെ ആ ലൈനിന്റെ 2 എൻഡിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ആയിട്ട് പറയുന്നത്. ഇവിടെയും സെയിം തന്നെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇൻ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ പവർ എത്രയാണ് നമ്മൾ എടുക്കുന്നത്? പവർ ഈസ് ജസ്റ്റ് ഹാഫിലാണ് നമ്മൾ 0.5 അല്ലെ 50% വരുന്നതാണ് പവർ ബാൻഡ് വിഡ്ത്ത്. പവർ എന്ന് പറയുന്നത് അവിടാണ് അല്ലെ? ഫിഗർ നോക്കി, ഫിഗറിലോട്ട് പോകാം. ദ ഡ്രൈവ് കറന്റ് ഓഫ് LED ഈസ് മോഡുലേറ്റഡ്. If the LED is modulated at a frequency omega, the output optical power of the device will vary as P of omega is equal to P0 by root of 1 plus omega 2i squared. Standard equation ആണ്, where Pi is the power emitted at 0 modulation frequency. 2i is the injected lifetime carrier. Modulation bandwidth ഇത് ഇപ്പൊ എഴുതിയ ഇക്വേഷനിൽ കുറച്ചുകൂടെ ക്ലാരിഫൈഡ് ഫോം വരുന്നുണ്ട്. മോഡുലേഷൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് എൻ LED. ഒരു LED-യുടെ ബാൻഡ് എപ്പോഴും ഒപ്റ്റിക്കൽ സിഗ്നൽസിനെല്ലാം, ഒപ്റ്റിക്കൽ സോഴ്സസിനെല്ലാം നാരോ ബാൻഡ്വിഡ്ത്ത് ആണെങ്കിൽ ആ ഒരു സ്മോൾ ഏരിയയിൽ മാക്സിമം പവർ ആയിരിക്കും. പക്ഷെ LED-ക്ക് ലേസറിന്റെ അത്ര നാരോ, നമ്മൾ ആദ്യം പറഞ്ഞതിൽ ബ്രോഡ് സ്പെക്ട്രൽ വിഡ്ത്ത് എന്നാണ് പറഞ്ഞത്. അപ്പം അത് നമ്മൾ ബാൻഡ് വിഡ്ത്ത് നോക്കുന്നതിനാണ്. മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് എൻ LED എന്ന് പറയുന്നത് 2 രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വൺ ഈസ് ഇലക്ട്രിക്കൽ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് ആൻഡ് അതർ വൺ ഈസ് ഒപ്റ്റിക്കൽ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത്. ദിസ് ഈസ് ദ
spectrum or the modulation graph, frequency response curve. Frequency omega along the x-axis and ഇവിടെ ratio of current ആണ് വരച്ചേക്കുന്നത്. Ratio of current, I out by അല്ലെ current gain ആണ് വരച്ചേക്കുന്നത്. Current gain വരച്ചു. എന്നിട്ട് 3 dB down, മാക്സിമത്തിന് 3 dB down, that is 70.7%. ഇതിൽ വരുന്ന പോയിന്റ് ആണ് ഇലക്ട്രിക്കൽ 3 dB bandwidth. Electrical 3 dB point എന്ന് പറയുന്നത് ഇതാണ്. This is called the electrical bandwidth. This is called the electrical bandwidth. So electrical modulation bandwidth is defined as the electrical signal power has dropped to half the constant value as modulation frequency increases. This is the electrical 3 dB point, frequency at which the output electrical power is reduced by 3 dB with respect to input electrical power. Equation നോക്കിക്കോളൂ. The electrical power ന്റെ ratio എന്ന് പറയുന്നത് power gain എന്ന് പറയുന്നത് എന്താണ്? Output electrical power by input electrical power. ഇവിടെ electrical power at frequency omega by electrical power at zero modulation. That is the ratio of electrical. Electrical ന്റെ modulation ന്റെ ratio ആണിത്. That is നമുക്ക് ഇവിടെ ഗെയിൻ അല്ല നമ്മൾ പറയുന്നത്, പവർ ഗെയിൻ അല്ല പറയുന്നത്, പകരം റേഷ്യോ ഓഫ് ഇലക്ട്രിക്കൽ എന്നാണ് പറയുന്നത്. The ratio of output electrical power to electrical power at zero modulation. Usually power ആവുമ്പോൾ that is expressed in 10 log P electrical of omega by P electrical of zero. Power electrical എന്ന് പറയുന്നത് I squared R ആണ്. അപ്പോൾ 10 log I squared omega R, R രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി, by I squared of 0, that is equal to squared ഇപ്പുറത്ത് വന്നു 20 log I omega by I0. ഇതാണ് അപ്പൊ പവറും കറണ്ടും തമ്മിലുള്ള റിലേഷൻ. ഇത് നമ്മൾ RC coupled ആംപ്ലിഫയറിന്റെ ഒക്കെ പറയുന്ന സെയിം പോലെ തന്നെ, that is equal to 10 log P electrical of omega by P electrical of 0 is equal to 20 log I of omega by I of 0. ഇത് സെയിം ആണ്, അതിന്റെയാണ് ഈ പ്ലോട്ട് നിങ്ങൾ കണ്ടത്. ഇപ്പം ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത് നോക്കണ്ട, 3 dB പോയിന്റിൽ എടുത്തു, കറണ്ട് റേഷ്യോ 0.707 വരുന്നത് വരെയുള്ള ഇതാണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത്. ആൻഡ് ഇവിടെ പവർ എന്ന് പറയുന്നത് this is electrical power. അതേസമയം ഒപ്റ്റിക്കൽ പവർ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഒപ്റ്റിക്കൽ ബാൻഡുലേഷൻ മോഡൽ. ഒപ്റ്റിക്കൽ പവർ എന്ന് പറയുന്നത് വേറെ എന്താണ്? ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ഒപ്റ്റിക്കൽ പവർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡ്രൈവ് കറണ്ട്. മറ്റെടുത്ത് പവർ ഇസ് ഇലക്ട്രിക്കൽ പവർ ആണെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു I squared R, കറണ്ട് സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. ഇവിടെ in optical sources, optical power is directly proportional to drive current. Here the modulation bandwidth is defined as 3 dB bandwidth of the modulated output power PW, that is specified at frequency PW is equal to P0 by 2. That is specified at frequency PW is equal to P0 by 2. Optical power is directly proportional to drive current എന്ന് വെച്ചാൽ 10 log P electrical അല്ല, P of omega. P എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പവർ ആണ്. ഒപ്റ്റിക്കൽ പവർ by P0, optical power at omega frequency, and this is optical power at zero modulation. Since this is proportional to drive current, this is also 10 log I of omega by I0. അപ്പോ പവർ എന്താണോ, ഒപ്റ്റിക്കൽ പവർ എന്താണോ അത് തന്നെയായിരിക്കും ഒപ്റ്റിക്കൽ കറണ്ട് റേഷ്യോ. അതേസമയം ഇലക്ട്രിക്കൽ ആകുമ്പോഴത്തേക്ക് ടീച്ചർ ഇനി 5 minutes കൂടി ഉള്ളേ നമ്മുടെ സെഷൻ 11 o'clock. ഓക്കെ, ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുമ്പോഴത്തേക്കും 10 log പവർ റേഷ്യോ എന്ന് പറയുന്നത് 20 log കറണ്ട് റേഷ്യോ ആണ്. അതേസമയം ഒപ്റ്റിക്കൽ പവർ എന്ന് പറയുന്നത് 10 log പവർ റേഷ്യോ എന്ന് പറയുന്നത് 10 log കറണ്ട് റേഷ്യോ ആണ്.
And so optical bandwidth എന്ന് പറയുന്നത് 0.5 പവർ എന്ന് പറയുന്ന 0.5 50%ലാണ്. അത് തന്നെയാണ് കറണ്ട്. സോ ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. എന്തും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് 3 dB പോയിന്റ് അല്ല, ഒപ്റ്റിക്കൽ 3 dB പോയിന്റ്. ഒപ്റ്റിക്കൽ 3 dB പോയിന്റിൽ പവർ ഹാഫ് ആണ്. ഇലക്ട്രിക്കൽ 3 dB പോയിന്റിൽ കറണ്ട് ഹാഫ് ആണെങ്കിൽ കറണ്ട് 70.7%, കറണ്ട് റേഷ്യോ 70.7 റേഷ്യോ ആണ്. ആൻഡ് പവർ റേഷ്യോ 50% ആണ് ഇലക്ട്രിക്കലില്. അതേസമയം ഒപ്റ്റിക്കലില് കറണ്ടും പവറും 50% ആണ്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കലില് കറണ്ട് 70.7%ഉം പവർ 50%ഉം ആണ്. ഇൻ ഒപ്റ്റിക്കൽ കറണ്ടും പവറും 50% ആണ്. അത് കാരണമാണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് 70.7%ലും ഒപ്റ്റിക്കൽ പവർ 50%ലും വരച്ചേക്കുന്നത്. എനി ഡൗട്ട്? ഒരു ഡൗട്ട് വന്നത് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ചോദിച്ചിട്ടാണ്. അതിപ്പോ മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോന്നറിയില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇപ്പൊ കറണ്ട് നമ്മൾ പണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ് പഠിച്ചപ്പോ വോൾട്ടേജ് ഗെയിൻ ബൈ ഫ്രീക്വൻസി ആണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ആണ്. അത് അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അത് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ആണ്. നമ്മൾ ഇലക്ട്രിക്കൽ ടേംസ് ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. V0/Vi അല്ലെ ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് ഗെയിൻ ആണ്. കറണ്ട് ഗെയിൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് അതിൽ തന്നെയാണ് ഇലക്ട്രിക്കലും ഒപ്റ്റിക്കലും പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നതും പവർ ഗെയിൻ എന്ന് പറയുന്നതും ഇലക്ട്രിക്കലില് രണ്ടാണ്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ 20 log കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് 20 log പവർ ഗെയിൻ 10 log പവർ ഗെയിൻ എന്ന് പറയുന്നത് 20 log കറണ്ട് ഗെയിൻ ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 20 log പവർ ഗെയിൻ എന്ന് പറയുന്നത് 10 log കറണ്ട് ഗെയിൻ ആണ്. 10 log പവർ ഗെയിൻ എന്ന് പറയുന്നത് 20 log കറണ്ട് ഗെയിൻ ആണ്. 10 log പവർ ഗെയിൻ എന്ന് പറയുന്നത് 20 log കറണ്ട് ഗെയിൻ. അപ്പൊ പവർ എപ്പോഴും കറണ്ട് 70%ൽ വരുന്ന പോർഷനിൽ പവർ 50%ലാണ് വരുന്നത്. ഇലക്ട്രിക്കലിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ പറയുന്നത്. കറണ്ട് ഗെയിൻ 70.7%ൽ വരുന്നിടത്താണ് കറണ്ട് ഗെയിൻ 70.7 ആണെങ്കിൽ പവർ ഗെയിൻ 50% ആണ്. ഇലക്ട്രിക്കൽ 3 dB പോയിന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലെ ഗെയിൻ കിട്ടുന്നത് കൺഫ്യൂഷനായി. ഞാൻ അതൊന്നുകൂടെ പറയാം. ഇൻ ഇലക്ട്രിക്കൽ 3 dB പോയിന്റ് കറണ്ട് ഗെയിൻ ഈസ് 70.7. പക്ഷെ അവിടെ പവർ ഗെയിൻ എന്ന് പറയുന്നത് 50% ആണ്. പക്ഷെ ഇൻ ഒപ്റ്റിക്കൽ മോഡുലേഷനില് കറണ്ട് ഗെയിനും പവർ ഗെയിനും 50% ആണ്. ഇൻ ഒപ്റ്റിക്കൽ മോഡുലേഷൻ കറണ്ട് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ 50%. അപ്പൊ ഈ 50% എന്ന് പറയുന്നിടത്ത് I0/I എന്ന് പറയുന്ന പോയിന്റും പവർ ഗെയിനും സെയിം പോയിന്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ഇവിടെയും വന്നു, ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത് ഇവിടെയും വന്നു. ഞാനത് പറഞ്ഞൊന്ന് കൺഫ്യൂസ് ചെയ്തു എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടീച്ചർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരെ ആയിട്ടുണ്ട്. ഇതില് സെക്കൻഡ് മോഡ്യൂളിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് തന്നെ ടീച്ചർ അത് പ്രസന്റ് ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ബേസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പാർട്ടിസിപ്പൻസ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു മിസ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു.